ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയമാണ് മകനെ മകളെ നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നീ വിശുദ്ധ ബലിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അച്ഛൻ ഈ പറയുന്ന കാര്യമൊന്ന് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്. ഞായറാഴ്ച പങ്കെടുക്കുന്നവരുണ്ടാകാം, എല്ലാ ദിവസവും പങ്കെടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പ്രത്യേക വിശേഷാവസരങ്ങളിൽ കൂടെ പള്ളിയിൽ പോകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ നോമ്പ് കാലത്ത് എപ്പോഴും പള്ളിയിൽ പോകുന്നവരുണ്ടാകാം. അങ്ങനെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അച്ഛൻ്റെ അഭിപ്രായം സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശുദ്ധ കുർബാന നമ്മുടെ ഒരു ശക്തി സ്രോതസ്സാണ്. കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നീ നയിച്ചോ, ദൈവത്തിന് വലിയൊരു കരുതലും വലിയൊരു അനുഗ്രഹവും നിനക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അച്ഛനൊരു കാര്യം പറയുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഒരു കാര്യം അച്ഛൻ പ്രത്യേകമായിട്ട് പറയാം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കുർബാനയിൽ പങ്കെടുത്ത് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ നന്നായിട്ട് ഒരുങ്ങിപ്പോകണം, നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം, നിയോഗങ്ങളൊക്കെ സമർപ്പിക്കണം, കർത്താവിന് കൃപ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രത്യേക കാര്യം അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊരു വചനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 1 കൊറിന്തോസ് 11 അധ്യായം 28 തിരുവചനം അച്ഛൻ നിങ്ങളായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുക. 1 കൊറിന്തോസ് 11 അധ്യായം 28 തിരുവചനം. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. വചനം പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ആത്മശോധന ചെയ്തതിന് ശേഷം പങ്കെടുക്കുക. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി പോകുന്നവരാകാം. എങ്കിലും ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ട്, ഇന്ന് ആത്മശോധന ചെയ്യുക. ആത്മശോധന ചെയ്ത് അനുതാപപ്പെട്ട് അനുതപിച്ച് അനുരഞ്ജനപ്പെട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. ഹല്ലേലൂയ. യേശുവിന് ഈ ഒരു കാര്യം ഇഷ്ടം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആത്മശോധന ചെയ്യണം. ചിലപ്പോൾ നമുക്ക് എല്ലാ ദിവസവും കുമ്പസാരിച്ചിട്ട് പോകാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ കുമ്പസാരിച്ചു, അല്ലെങ്കിൽ 2 ദിവസം വീണ്ടും നമ്മൾ കുർബാന സ്വീകരിക്കുന്നു. ഒന്ന് ആത്മശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ തിന്മയുടെ മേഖല കടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക, തമ്പുരാനോട് മാപ്പ് ചോദിക്കുക. അതാണ് വചനം പറയുക. ആത്മശോധന ചെയ്തതിന് ശേഷം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 1 കൊറിന്തോസ് 11 അധ്യായം 28 തിരുവചനം. ഹല്ലേലൂയ. യേശുവേ അച്ഛൻ വചനം ഒന്നുകൂടെ പറയാം. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കും തമ്പുരാൻ്റെ ബലി ഏറ്റവും ഒരുക്കത്തോടുകൂടി അർപ്പിക്കാം. നിനക്കും എനിക്കതൊരു അനുഭവമായിട്ട് തരും. ആത്മശോധന ചെയ്ത് തെറ്റുതിരുത്തി നീ ബലി അർപ്പിക്കുമ്പോൾ ആ ബലി വലിയൊരു അനുഭവമായിട്ട് നമുക്ക് മാറും. ഈ ഒരു ബോധ്യം മനസ്സിൽ കുറിച്ച് വയ്ക്കുക. ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.